ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ഞങ്ങൾ RSSനെതിരെ ശക്തമായി പോരാടും. ഈ വർഗീയതയ്ക്കെതിരെ ഒരു ബൈല ഉണ്ടാക്കിയ ആളാണ് വി ഡി സതീശൻ അല്ലേ? വർഗീയത കേരളത്തിൽ എങ്ങനെ പ്രവർത്തിക്കരുത്, ആരെ പൊന്നാടി ഇടിക്കണം, ആരെ പൊന്നാടി ഇടിക്കരുത്, ഇവിടെ വർഗീയതയ്ക്കെതിരെ പറയും, അവിടെ പോയി ഷാൾ എണീക്കും ചെയ്ത പരിപാടി നടപ്പിലാക്കരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദങ്ങൾ പറഞ്ഞതല്ലേ? വീരവാദം പറഞ്ഞ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? എന്തൊക്കെയാണോ പിണറായി വിജയനെതിരെ പറഞ്ഞ ആരോപണം എല്ലാം വി ഡി സതീശനെതിരെ വരുന്നില്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇപ്പോൾ അവിടെ പൊന്നാണി ഇടരുത്, ഇവിടെ അവിടെ വർഗീയതയ്ക്ക് സംസാരിക്കുകയും ഇവിടെ വർഗീയ പാർട്ടികളെ പൊന്നാണി ഇടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയിട്ട് എന്താണ് RSSനെ ഹിന്ദു ഐക്യവേദിനെയും പൊന്നാണി ഇടിക്കുന്ന സംവിധാനമാണ് നമ്മൾ കണ്ടുകൊടുക്കുന്നത്. ഇല്ല, വേണ്ട. അവിടെ പിന്നെ BJPയുടെ വൈസ് പ്രസിഡന്റ് NDAന്റെ നേതാവ് വീട്ടിൽ പോയി പൊന്നാടി ഇട്ട് കൊടുത്തില്ലേ? അത് ലാവിഷായിട്ട് സ്വീകരിക്കുകയും ചെയ്തില്ലോ? വല്ല ബുദ്ധിമുട്ട് പറഞ്ഞോ? ഒരു ബുദ്ധിമുട്ട് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതെന്താണ്? ഇത് ഓരോ പോസ്റ്റിലിരിക്കുമ്പോൾ സമയം ആ ബുദ്ധിമുട്ട്, പക്ഷേ ജനങ്ങൾക്ക് ആ സമയത്ത് ഓർമ്മിപ്പിക്കുള്ളൂ എന്നുള്ളതാണ്. ഓർക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് എന്താണ്, പിണറായി വിജയനാണ് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായിട്ടുള്ള, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി NDAന്റെ കൺവീനർ കൂടി പൊന്നാടി ഇടിച്ചാൽ എന്താണ് പറയുക കേരളത്തിൽ പ്രതിപക്ഷം എല്ലാം കൂടി, അന്നത്തെ പ്രതിപക്ഷം എല്ലാം കൂടി? ഇന്നെന്തേ അത് പറയാൻ പറ്റാത്തത്? PM-ശ്രീയെ ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തേ നടപടി സ്വീകരിക്കാൻ പറ്റുന്നത്? അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതല്ലേ? എന്നിട്ട് എന്തേ അറബിക്കടലിലേക്ക് പോകായിരുന്നത്? അദാനിയാണ് കേന്ദ്രത്തിൽ പിണറായി വിജയന്റെ ഒക്കച്ചങ്ങായി. അതാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ആളെ. ശരി, ഞാൻ പറയട്ടെ, ഒക്കച്ചങ്ങായിയാണ് കേന്ദ്രത്തിൽ പിണറായി വിജയന്റെ ഡീലറാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പം അദാനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ പറയാം, അവരെ കൂടെയുള്ള ആൾക്കാർ ആർക്കും പ്രശ്നമില്ല. അന്നത്തെ പ്രതിപക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. ആർക്കും പ്രശ്നമില്ല. അപ്പം എന്താണ് അധികാരത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് അവരധികാരത്തിൽ. KM ഷാജി എന്താണ് പറഞ്ഞത്? KM ഷാജിന്റെ ഇലക്ഷൻ മന്ത്രിയാവുന്നതിന് മുൻപുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനുശേഷം പറയുന്നത് എന്താ? അധികാരത്തിൽ ഞങ്ങളിതാ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ കയ്യിലെന്ന്, അധികാരമുള്ളപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണ്. എന്താണ് K മുരളീധരൻ പറഞ്ഞത്? K മുരളീധരൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറയാം. ഇപ്പം എൻ്റെ പുറകിൽ കണ്ടേ ബോർഡ് കണ്ടില്ലേ? എനിക്കിപ്പോൾ അതൊന്നും പറയാൻ കഴിയില്ല. ഇതാണ് നിലപാട്. ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണോ പറയുന്നത്? ഈ നിലപാട് വേണം മുന്നോട്ട് പോകണം. അതേ നിലപാട് പ്രതിപക്ഷം എടുക്കുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയോ? അങ്ങനെ പറയാൻ പാടില്ല. അതേ നിലപാട് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് എടുത്ത നിലപാട് ഇന്ന് പ്രതിപക്ഷത്തിന് എടുക്കാൻ കഴിയുന്നില്ല. കാരണം ഈ പ്രതിപക്ഷത്തിന് നിലപാടെടുക്കാൻ കഴിയാത്ത കാരണം എന്താ? അപ്പം നിങ്ങൾ അവിടെ ഇരുന്നപ്പോൾ അങ്ങനെ ചെയ്തില്ലേ, ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചെയ്തില്ലേ ചോദിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ PM-ശ്രീയിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന സമയത്ത് പറയാം, നിങ്ങളല്ലേ കൊണ്ടുവന്നത് അല്ലേ? ഇപ്പോൾ ചോദിക്കുന്നതാണ്. അപ്പം ഇവിടെ ഇരുന്ന ഇന്നത്തെ പ്രതിപക്ഷത്തിന് PM-ശ്രീയെ കുറിച്ച് എതിര് പറയാൻ പറയില്ലേ? ഈ വിഴിഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയത്തില്ലേ?